വാട്ട് ഇസ് ദി എയിം ഓഫ് ദിസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? എന്തായിരുന്നു ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ലക്ഷ്യം? വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്? ഫസ്റ്റ് വൺ, പ്രിവെന്റ് കറപ്ഷൻ. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്, പ്രിവെന്റ് കറപ്ഷൻ, അഴിമതി തടയുക. സെക്കൻഡ്, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി, ഉദ്യോഗസ്ഥരിൽ ഉത്തരവാദിത്വം സൃഷ്ടിക്കുക, ഉത്തരവാദിത്വ ബോധം സൃഷ്ടിക്കുക. ആൻഡ് തേർഡ്, മേക്ക് ദി ഫംഗ്ഷനിങ് ഓഫ് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ്, ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമാക്കുക. ദീസ് ആർ ദി മേജർ എയിംസ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. വിവരാവകാശ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെ? വാട്ട് ആർ ദി എയിംസ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? മൂന്നെണ്ണമാണ്. ഒന്ന്, പ്രിവെന്റ് കറപ്ഷൻ, അഴിമതിയെ തടയുക. ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി അമംഗ് ദി ഓഫീഷ്യൽസ്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുക. മേക്ക് ദി ഗവൺമെന്റ് ഫംഗ്ഷനിങ് ഓഫ് ദി ഗവൺമെന്റ് ട്രാൻസ്പെറന്റ്, ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമാക്കുക. ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ദെൻ ഇൻഫർമേഷൻ കമ്മീഷൻ, ഭരണപരിഷ്കാരങ്ങളുടെ പട്ടികപ്പെടുന്ന ഇതൊക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. ഇ ഗവേണൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ. ഇൻഫർമേഷൻ കമ്മീഷൻ functions at the center and state levels. With the passing of this Right to Information Act, information commissions were formed at the central and state levels. വിവരാവകാശ നിയമം 2005 പാസാക്കിയതിനു ശേഷം കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഇൻഫർമേഷൻ കമ്മീഷനുകൾ സ്ഥാപിക്കപ്പെട്ടു. It includes a chief information commissioner and not more than 10 members. ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചീഫ് കമ്മീഷണറും അദ്ദേഹത്തിന്റെ താഴെ 10 കൂടാത്ത അംഗങ്ങളും ചേരുന്നതാണ്. ഇൻഫർമേഷൻ കമ്മീഷൻ ഇൻക്ലൂഡ്സ് എ ചീഫ് കമ്മീഷണർ ആൻഡ് ഇൻക്ലൂഡ്സ് not more than 10 members. ഒരു ചീഫ് കമ്മീഷണറും 10 അംഗങ്ങളിൽ കൂടാത്ത അംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഭരണപരിഷ്കാരമാണ് റൈറ്റ് ടു സർവീസ്. റൈറ്റ് ടു സർവീസ്, സേവനത്തിനുള്ള അവകാശം, സേവനാവകാശം. Right to service. It is an act passed with a view to ensure services to the people. ഇതും പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൈറ്റ് ടു സർവീസ്. റൈറ്റ് ടു സർവീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി പാർലമെന്റ് ടു എൻഷുവർ സർവീസസ് ടു ദി പീപ്പിൾ. രാജ്യത്തെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി പാസാക്കപ്പെട്ട നിയമമാണ്. എന്താ അതിന്റെ പ്രത്യേകത? അക്കോർഡിംഗ് ടു വിച്ച് റൈറ്റ് ടു സർവീസ് ആക്ട് ടൈം ലിമിറ്റ് ടു എവരി സർവീസ് ഗിവൺ ബൈ ദി ഗവൺമെന്റ് ടു ദി പീപ്പിൾ. ഈ നിയമം അനുസരിച്ച് ഗവൺമെന്റ് ഓഫീസുകൾ നൽകുന്ന സേവനത്തിന് സമയപരിധി നിശ്ചയിക്കപ്പെട്ടു. അപ്പൊ ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്ന് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്താൽ ഇത്ര ദിവസത്തിനകം ഇത്ര സമയത്തിനകം ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. അതാണ് റൈറ്റ് ടു സർവീസ് ആക്ടിന്റെ പ്രത്യേകത. അക്കോർഡിംഗ് ടു ദി റൈറ്റ് ടു സർവീസ് ആക്ട്,
A time limit was fixed to every service given by government office to the people. ജനങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾക്ക് ഒരു നിശ്ചിത സമയപരിധി ഏർപ്പെടുത്തി. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. അപ്പൊ ഈ ഗവേണൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇൻഫർമേഷൻ കമ്മീഷന്, റൈറ്റ് ടു സർവീസ്, ഇതൊക്കെ റിഫോംസ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്, ഭരണപരിഷ്കാരങ്ങളാണ്. ഓരോന്നും സെപ്പറേറ്റ് ചോദിക്കാം. ഇതെല്ലാം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതി ഓരോന്നിന്റെ ഫീച്ചേഴ്സ് എഴുതി ഒരു എസ്സേ ആയിട്ട് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് എഴുതാം. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആർ അതർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട മറ്റ് രണ്ട് ഭരണപരിഷ്കാരങ്ങളാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത. ലോക്പാലും ലോകായുക്തയും. എന്താ ഇതിന്റെ ലക്ഷ്യങ്ങൾ? പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ടു പ്രിവെന്റ് കറപ്ഷൻ. രണ്ടിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എയിം ഓഫ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ഈസ് ടു പ്രിവെന്റ് കറപ്ഷൻ ഇൻ ബ്യൂറോക്രസി. ഉദ്യോഗസ്ഥ ഭരണത്തിലുള്ള അഴിമതി തടയുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ ലോക്പാൽ വർക്ക്സ് അറ്റ് ദി നാഷണൽ ലെവൽ. അതിൽ ലോക്പാൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ആൻഡ് രജിസ്റ്റർ കേസസ് ഓൺ ഇഷ്യൂസ് ഓഫ് കറപ്ഷൻ അഗൻസ്റ്റ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക് വർക്കേഴ്സ് ആൻഡ് ദേ സജസ്റ്റ് നെസസറി ആക്ഷൻസ്. ലോക്പാലിന്റെ ജോലി ഇതാണ്. ദേ രജിസ്റ്റർ കേസസ് ഓൺ ഇഷ്യൂസ് ഓഫ് കറപ്ഷൻ. അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ആർക്കെതിരെയായി? അഗൻസ്റ്റ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക് വർക്കേഴ്സ്. അതായത് ഉദ്യോഗസ്ഥന്മാരെയും പൊതുപ്രവർത്തകരും, ഇന്നത്തെ രാഷ്ട്രീയക്കാർ, പ്രധാനമായിട്ടും രാഷ്ട്രീയ ജനപ്രതിനിധികൾ എന്നർത്ഥം, ഉദ്യോഗസ്ഥന്മാർക്കും പൊതുപ്രവർത്തകർക്കും എതിരെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്ത് അവർക്കെതിരെ എടുക്കേണ്ട നടപടികളെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ലോക്പാലിന്റെ ജോലി ദേശീയ തലത്തിൽ. ലോക്പാൽ വർക്ക്സ് അറ്റ് ദി നാഷണൽ ലെവൽ. ദേശീയ തലത്തിലാണ് ലോക്പാൽ പ്രവർത്തിക്കുന്നത്. ലോക്പാൽ രജിസ്റ്റർ കേസസ് ഓൺ ഇഷ്യൂസ് ഓഫ് കറപ്ഷൻ അഗൻസ്റ്റ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക് വർക്കേഴ്സ് ആൻഡ് സജസ്റ്റ് നെസസറി ആക്ഷൻസ്. പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ അഴിമതിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അത്യാവശ്യം എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ശുപാർശകൾ നൽകുന്ന ജോലിയാണ് ലോക്പാലിനുള്ളത്. വെറാസ് ലോകായുക്ത വർക്ക്സ് ഇൻ ദി സ്റ്റേറ്റ് ലെവൽ. രണ്ടാമത്തെ ലോകായുക്ത പ്രവർത്തിക്കുന്നത് സംസ്ഥാന തലത്തിലാണ്. അവരുടെയും ജോലി ഏതാ? ലോകായുക്തയുടെയും ജോലി ഏതാ? രജിസ്റ്റർ കേസസ് ഓൺ ഇഷ്യൂസ് ഓഫ് കറപ്ഷൻ അഗൻസ്റ്റ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക് വർക്കേഴ്സ് ഇൻ സ്റ്റേറ്റ് ലെവൽ. മറ്റേ ദേശീയ തലത്തിൽ മൊത്തത്തിലാണെങ്കിൽ ഇവിടെ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും എതിരെയുള്ള അഴിമതി കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ നിർദ്ദേശിക്കുക. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 രൂപീകരിക്കപ്പെട്ട സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. ഇറ്റ് വർക്ക്സ് at national level to prevent corruption in the central government officers. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 1964 സ്ഥാപിതമായത് ടു പ്രിവെന്റ് കറപ്ഷൻ ഇൻ ദി സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സ്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി
1964 രൂപീകൃതമായ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഹെഡ് ഈസ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. അതിന്റെ തലവനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത്. And in every department, there will be a chief vigilance officer. അതിന്റെ കീഴിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ വകുപ്പുകളിലും ഒരു ചീഫ് വിജിലൻസ് ഓഫീസർ ഉണ്ടാവും, മുഖ്യ വിജിലൻസ് ഓഫീസറും ഉണ്ടാവും. The commission inquires into vigilance cases and takes necessary actions. അഴിമതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി അത്യാവശ്യ നടപടികൾ സ്വീകരിക്കലാണ് ഇവരുടെ ജോലി ദേശീയ തലത്തിൽ. ഇതിന്റെ ചൂട് പിടിച്ച് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനുമുണ്ട്. സെൻട്രൽ മോഡലില് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനുമുണ്ട്. മറ്റേ ജോലി തന്നെ. സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷണറാണ് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷന്റെ ചുമതല. സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട കേസുകൾ, അഴിമതി കേസുകൾ അന്വേഷിച്ച് അതിനുവേണ്ട നടപടികൾ നിർദ്ദേശിക്കലാണ് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷന്റെ ചുമതല. മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമാണ്, ഭരണപരിഷ്കാരമാണ് ഓംബുഡ്സ്മാൻ. Ombudsman is constituted for handling cases of corruption, nepotism, financial misappropriation, negligence of duties, etc. of government officials. അപ്പോൾ എന്താണ് ഓംബുഡ്സ്മാൻ എന്ന് ചോദിച്ചാൽ, എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ, Ombudsman is constituted for handling cases of corruption, nepotism, financial misappropriation, negligence of duties. ഈ പറഞ്ഞ കാര്യങ്ങളിൽ കേസുകൾ കൈകാര്യം ചെയ്യുക. അഴിമതിയെക്കുറിച്ച് പരാതി ഉണ്ടാവുമ്പോൾ, നെപ്പോട്ടിസം എന്ന് വെച്ചാൽ ബന്ധുത്വ നിയമനങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കളോടുള്ള പ്രത്യേക താല്പര്യം കാണിക്കൽ, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പ്രത്യേക താല്പര്യം കാണിക്കലാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്. സ്വജന പക്ഷപാതം, ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ, സാമ്പത്തിക തിരിമറികൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ, കടമകളിൽ വീഴ്ച വരുത്തൽ അല്ലെങ്കിൽ ഡ്യൂട്ടികളിൽ വീഴ്ച വരുത്തൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യലാണ് ഓംബുഡ്സ്മാന്റെ ജോലി. And they also inquire cases or handle cases concerned elected representatives. ബ്യൂറോക്രാറ്റ്സിന്റെ മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ കാര്യങ്ങളിലും ഇക്കാര്യത്തിൽ, അതായത് കറപ്ഷന്, നെപ്പോട്ടിസം, ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ, നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള കേസുകൾ കൈകാര്യം ചെയ്യലാണ് ആരുടെയൊക്കെ കേസുകളിൽ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് ദാറ്റ് ഓഫ് ബ്യൂറോക്രാറ്റ്സ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റ്സ്, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുക. ഓംബുഡ്സ്മാൻ എന്ന് പറയുമ്പോൾ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദി ഹൈക്കോർട്ട് ഈസ് അപ്പോയിന്റഡ് ആസ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ ആയിട്ട് നിയമിക്കുന്നത് വെറുതെ ഒരാളിനെ പിടിച്ചങ്ങ് നിയമിക്കുകയല്ല, ഇഷ്ടമുള്ള ഒരാളിനെ പിടിച്ചങ്ങ് നിയമിക്കുകയല്ല. റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്, ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത ജഡ്ജിനെയാണ്, ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ദി പീപ്പിൾ ക്യാൻ ഡയറക്റ്റ്ലി അപ്രോച്ച് ഹിം.
ജനങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ സമീപിച്ച് പരാതി സമർപ്പിക്കാം. ഓംബുഡ്സ്മാന്റെ മുമ്പാകെ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ അഴിമതിയോ കറപ്ഷൻ, നെപ്പോട്ടിസമോ, ജനപക്ഷപാതമോ, ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ, സാമ്പത്തിക തിരിമറിയോ അല്ലെങ്കിൽ ക്രമക്കേടോ, നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തികൾക്ക്, പൗരന്മാർക്ക് നേരിട്ട് ഓംബുഡ്സ്മാനെ സമീപിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പുസ്തകത്തിന്റെ ലാസ്റ്റ് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് നന്നായിട്ട് വരച്ച് അതെഴുതി നന്നായിട്ട് പഠിക്കണം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്ത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിന്റെയും പറഞ്ഞപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനനുസരിച്ച് ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കണം. അപ്പൊ നമ്മള് ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലും 3 ചാപ്റ്ററുകൾ എടുത്തു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ആദ്യം തുടങ്ങിയെടുത്തു എന്ന് തന്നെ തുടങ്ങാം. ജോഗ്രഫിയിലെ 1ാമത്തെ ചാപ്റ്ററിന്റെ ഒരു പരീക്ഷ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ക്വസ്റ്റ്യൻ അയച്ചു തരും. ആ ക്വസ്റ്റ്യൻ അയച്ചു തരുന്നതിനനുസരിച്ച് അടുത്ത വെള്ളിയാഴ്ച വരെ പോകണ്ട, അടുത്ത വ്യാഴാഴ്ച അത് എഴുതി അതിന്റെ ആൻസർ എഴുതി 1 മണിക്കൂറത്തെ പരീക്ഷയാണ്. ജോഗ്രഫി 1ാമത്തെ ചാപ്റ്റർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ജോഗ്രഫി 1ാമത്തെ ചാപ്റ്റർ. അതിന്റെ ഇനി അങ്ങോട്ട് തുടർന്ന് എല്ലാ ആഴ്ചയിലും ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. 1ാമത്തെ ചാപ്റ്ററിന്റെ പരീക്ഷയുടെ ആൻസർ 1 മണിക്കൂർ കൊണ്ട് എഴുതി അത് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ആൻസർ അത് നോക്കി മാർക്കിട്ട് തിരിച്ച് മാർക്ക് അയച്ചു തരും എല്ലാവരും. ഓക്കെ.